മുഅല്ലിമീങ്ങൾ ഉസ്താദന്മാർ അവര് വളരെ കുറഞ്ഞ വേതനത്തിന് അല്ലെങ്കിൽ വേതനം ഒരു കണക്കാക്കാം അതിന് വിഷയമാക്കാതെ നമ്മുടെ മഹല്ലുകളിൽ സേവനം ചെയ്തു വരികയാണ്. അവര് പരിശുദ്ധമായ ദീനിനെതിരായി വരുന്ന വിദ്യാർത്ഥിന്റെ ഏത് ശബ്ദങ്ങൾ വന്നാലും അതിനെതിരെ അവർ ശബ്ദിക്കുകയും മഹല്ലത്തിനെ ഉണർത്തുകയും ബോധവൽക്കരിക്കുകയും ചെയ്യും. ഇത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുകയില്ല. ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പണ്ടേ ഉണ്ട് ലിസ്റ്റ് പട്ടികയാക്കി അയക്കുന്നവർ നിനക്ക് എന്തിനുണ്ടോ ഈ പണി? എത്ര കാലായി നീ നടക്കുന്നത്? എന്തുണ്ടായി? അള്ളാന്റെ ദീനിനെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ആര് അവര് ഒരിക്കലും അങ്ങനെ ഒരു പേടികൾക്ക് വേണ്ട. ഈ ദുനിയാവിന് ആര് പുറത്താകട്ടെ അകത്താകട്ടെ, അള്ളാഹുവിന്റെ ദീന് ലക്ഷ്യം വെച്ചിട്ട് അള്ളാഹിന്റെ അടുത്ത് എത്തുകാരനാകാൻ പടത്തിന്റെ മുമ്പിൽ നമ്മൾ എത്ര മോശമായിട്ട് ചിത്രീകരിക്കപ്പെട്ടാലും അള്ളാഹുവിന്റെ അവരെയാക്കാൻ നമ്മളെ കൈവിടില്ല. അങ്ങനെ ഒരു പേടി ആർക്കും ഇല്ല. അങ്ങനെ ഒരു പേടി എന്തിനാ നീ ലിസ്റ്റും കൊണ്ട് നടക്കുന്നത്? എത്ര നമ്മൾ പ്രധാനപ്പെട്ട എന്റെ പേര് അല്ലെങ്കിൽ ആദ്യതല്ല എന്റെ പേര്. നമ്മളെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ സമസ്തന്റെ അതുപോലെ തന്നെ SKSF-ന്റെ ജമിയത്തുൽ മുഅല്ലിമീന്റെ ആ പ്രവർത്തകന്മാരെ പേര് വെച്ചിട്ട് അവർ മഹല്ലിലൊക്കെ ജോലി ചെയ്യുന്നത് ആണ്. നിന്നേടോ സൂക്ഷിക്കേണ്ടത്? നിനക്ക് ദീനായിട്ട് വന്നാളത്, നിനക്ക് ദീനായിട്ട് വന്നാളത് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആളുകളെയാണ് സൂക്ഷിക്കപ്പെടേണ്ടത്. അള്ളാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ കലിമത്തിന്റെ ഇലാഹിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ആളുകൾ, ആ ആളുകളെ വെട്ടാനും നികഴ്ത്താനും ആരും പരിശ്രമിക്കേണ്ടതില്ല. അതിനെ വിധിക്കുന്നില്ല. അതൊരിടത്തില്ലെങ്കിൽ വേറെടുത്ത് അല്ലാഹു തആല നമ്മൾക്ക് കണക്കാക്കിയ റിസ്ക് അവിടെ ഉണ്ടാകും. യാതൊരു ഭയവും. അതുകൊണ്ട് SKSF-ന്റെ ആദരണീയരായ നമ്മുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ജമിയത്തുൽ മുഅല്ലിമീന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ഒരാളും ദീനിയായ പ്രവർത്തനത്തിൽ നിന്ന് മുന്നോട്ട് പോകണം. അത് പോയിട്ടില്ല. അതാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ കാണുന്നത്. ഒരു ഭീഷണിക്ക് മുമ്പിലും നമ്മൾ വഴങ്ങേണ്ടതില്ല. നമ്മൾക്ക് ഏറ്റവും വലുത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീനില്ലാതെ എന്ത് സ്ഥാപനം, എന്ത് സംഘടന, എന്ത് പ്രസ്ഥാനം ഒന്നുമില്ലല്ലോ. അള്ളാഹുവിന്റെ ദീന് അവിടെ പറയാനും പ്രചരിപ്പിക്കാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടുള്ള കാര്യമുള്ളത്? ഒരു കാര്യവും ഞാൻ നിന്ന് സംസാരിക്കുന്നില്ല. അവരുടെ എല്ലാം വേദന പിന്നെ ആര് പറയില്ല, ഞാൻ തന്നെ പറഞ്ഞേക്കാം. അതുകൊണ്ട് ഞാനത് വേദന ഒന്നുമില്ല, അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ ചില പ്രയാസങ്ങള് ആർക്കും അനുഭവപ്പെടുമല്ലോ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് നമ്മുടെ സാധനങ്ങളാണ്. ജനിച്ചത് മുതൽക്ക് തന്നെ സാമുദായിക പ്രാസ്ഥാനിക സംഘടനകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു വന്നു. എന്നിട്ട് അവസാനം നമ്മളെ അങ്ങോട്ട് കയറിയിട്ട് കൊഞ്ഞണം കൊത്താൻ നോക്കിയാല് അത് മനുഷ്യൻ വേദനിക്കും. പിന്നെ വേദനിക്കില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ എല്ലാ അവസ്ഥ, ഒരു കാലത്ത് ഇവിടെ 2 ലീഗ് ഉണ്ടായി. അഖിലേന്ത്യാ ലീഗെന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാ പറയും. അഖിലേന്ത്യാ ലീഗിനെ നമ്മൾ കളിയാക്കി വിമത ലീഗ് എന്ന് പറയും. പിന്നെ അതിൽ 2 ലീഗ്, കാസർഗോഡ് മുതലാളി അഖിലേന്ത്യാ ലീഗ് എണ്ണീട്ട് പറയുന്നത് ഞാൻ എന്താ പറയുക, ഏറ്റവും പിന്നെ ആളുകൾ. ആ കാലത്ത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന MSS-ന്റെ ശാഖാ സെക്രട്ടറി ആയിട്ട് പിന്നെ ഞങ്ങളെ നാട്ടിൽ അന്ന് ഞങ്ങളുടെ നാട്ടിലെ മുതലാളികൾ മുഴുവൻ അധിക ആളുകൾ, പഞ്ചായത്ത് മെമ്പർ, ഇവിടുത്തെ MLA BM അബ്ദുറഹ്മാൻ സാഹിബ്, എല്ലാവരും അങ്ങനെയുള്ള സാമുദായിക സംഘടനകൾക്ക് വേണ്ടി ചെറുപ്പം മുതൽ
പ്രവർത്തിച്ച ആളാണ്. ഞാനതൊരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. എന്നല്ലാതെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും അധികാരങ്ങളോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ആനുകൂല്യങ്ങളോ മറ്റെന്തെങ്കിലും വാങ്ങാനാണ് അതിന്റെ ആവശ്യം നമുക്ക് ഉണ്ടായിട്ടില്ല, പോകില്ല. അങ്ങനെയാണ് നമ്മളെ SKSFന്റെ സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകന്മാർ ഇവിടെ പ്രവർത്തിച്ചു. എന്നിട്ട് ഒരു കടലാസ് സംഘടനയുടെ നമ്മളൊക്കെ പ്രസംഗിച്ചിട്ടും അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്തിട്ടും വളർത്തിയിട്ട് ഉണ്ടാക്കിയ ഇപ്പോ പിന്നെ നീതിന്റെ ചിഹ്നമൊന്നും അവർക്ക് വേണ്ട, ചിഹ്നമൊന്നും വേണ്ട. ചില ആളുകൾ ചില ആളുകൾ എന്നിട്ട് പറയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഉണ്ടാക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണമാണല്ലോ വിദേഹത്തിന് എതിർക്കൽ. ആ കാലത്ത് 1920 കാലങ്ങളിൽ മലബാറിൽ നിന്ന് ഒളിച്ചോടി പിന്നെ മൗലവിമാർ KM മൗലവിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഒളിച്ചോടിയ മൗലവിമാര് തിരുവിതാംകൂർ പോയിട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിട്ട് മുസാഹബത്തുണ്ട് അവിടെ ഓരോ ലോകത്തിലായി. എന്നിട്ട് ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി തനി വിദ്യാർത്ഥികാരൻ ഈജിപ്തിൽ ഇറങ്ങുന്ന മുഹമ്മദ് അബ്ദുവിന്റെ അൽമനാറ്, ആ അൽമനാറ് വരുത്തിച്ചു അത് വായിച്ചിട്ട് മുഹമ്മദ് അബ്ദുവിന്റെ വിദ്യാർത്ഥിയിലേക്ക് ആകർഷകനായ തനി മുബത്തദിയായ വഹാബി പണ്ഡിതനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇപ്പൊ ഓരോരുത്തരും പ്രസംഗിക്കുന്നു നമ്മളെ ദർഗന്റെ ഔലിയാന്റെ ചോറ് തുറന്നിട്ട് പഠിച്ചിട്ട് പോയിട്ട് പ്രസംഗിക്കുകയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി വലിയ വലിയ കാര്യമായ പിന്നെ കേരളത്തിലെ യാഥാസ്ഥികന്മാരായ പണ്ഡിതന്മാർ ആരായി? യാഥാസ്ഥികന്മാർ ശംസുൽ പാങ്ങൽ ഉസ്താദ്, പാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ, ഇത് യാഥാസ്ഥികന്മാർ. കേരളത്തിലെ യാഥാസ്ഥികന്മാരായ പണ്ഡിതന്മാർക്ക് അയാളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇത് പറയുമ്പോൾ നമുക്ക് അതിനെതിരെ പറയണ്ടേ? അതിന് നമ്മൾ എന്ത് പറയണ്ടേ? നമ്മൾ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കല. അങ്ങനെ സമ്മതിച്ച് നിലനിൽപ്പ് സുന്നത്ത് ജമാഅത്തിന്റെ പൂർവികന്മാരായ സമസ്തന്റെ ആലിമ്യങ്ങളെ മുഴുവനും യാഥാസ്ഥികന്മാരും പിന്നെ ഒന്നിനും കൊള്ളാത്തവരുമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകൾ വരുമ്പോൾ അത് സൂക്ഷിക്കണം, അത് പാടില്ല. പ്രത്യേകിച്ച് അതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരും പ്രത്യേകം സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും പറഞ്ഞാൽ അതിനാരുടെയെങ്കിലും തലക്ക് കയറേണ്ട ആവശ്യമില്ല, അത് അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് വലിയ വലിയ ഉസ്താദുമാർ മഹാന്മാർ ഇവിടെ പ്രസംഗിക്കാൻ ഞാൻ പ്രസംഗിച്ച് സമയം നിന്നിട്ടില്ല. നമ്മുടെ 100ാം വാർഷികം വലിയ വിജയമായിട്ട് നമുക്കിവിടെ കൊണ്ടാടണം. അത് നമ്മുടെ ജില്ലക്ക് വെറുതെ കിട്ടിയതൊന്നുമല്ല, അതിനെയും കൊത്തിപ്പറിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പലരും ശ്രമിച്ചു. കാസർഗോഡ് ജില്ലയിൽ ഞാൻ പറിച്ചുകൊണ്ടുണ്ട്. നമ്മുടെ വലിയ വലിയ മഹാമരങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് പിന്നെ അത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ആയിട്ട് വന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പൊ ഏതായാലും നമ്മൾക്ക് വലിയൊരു ഭാഗ്യം 1962 സമസ്തയുടെ ഒരു വാർഷികം ഈ കാസർഗോഡ് നടന്നിട്ടുണ്ട്. അതിന് ശേഷം സമസ്തയുടെ വാർഷികം നടക്കുന്ന ഇപ്പൊ ആദ്യം അതുകൊണ്ട് നല്ല വിജയത്തിനും സന്തോഷകരമായിട്ട് എല്ലാ സമൂഹത്തിന്റെ എല്ലാ ആളുകളെയും ആ സമ്മേളനത്തിലേക്ക് അടുപ്പിച്ച് അവരെ വിദ്യാർത്ഥിന്റെ ആളുകളുണ്ടെങ്കിൽ അവരെ കൊണ്ടും ഈ സമ്മേളനം കേൾപ്പിച്ചിട്ട് അവരെ വിദ്യാർത്ഥിയിൽ നിന്ന് അവർക്ക് പിന്നെ വിമുക്തി ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അതിന് വേണ്ട പരസ്യങ്ങൾ അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഇവിടെ 100ന്റെ പരിപാടി SKSF പ്രഖ്യാപിക്കുന്നുണ്ട്. ഞാൻ SYSന്റെ പരിപാടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നടന്നാൽ തന്നെ വലിയ പിന്നെ പ്രചരണമായി തീരും. അതുപോലെ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച കുണിയിൽ വെച്ച് തന്നെ പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഒരു വലിയ സ്വാഗത സംഘം ജില്ലാ അടിസ്ഥാനത്തിൽ ഈ ജില്ലന്റെ സ്വാഗത സംഘം രൂപീകരിക്കുകയാണ്. പിന്നെ അതിന് വേണ്ടപ്പെട്ടവരെല്ലാം അതിൽ പങ്കെടുക്കണം. അങ്ങനെ ഈ സമ്മേളനം വലിയ വലിയ വിജയമാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അതിന്റെ നമ്മളെ പ്രമേയം തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തരുന്നുണ്ടല്ലോ. ആദർശ വിശുദ്ധിയുടെ 100 എന്നാണല്ലോ നമ്മുടെ ഈ മഹത്തായ സമ്മേളനത്തിന്റെ പ്രമേയം. ആ പ്രമേയം എല്ലാ വീടുകളിലും ചർച്ചയാവുകയും
അത് ഉൾക്കൊള്ളാൻ സമൂഹത്തിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായിട്ട് നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് SKSS ഇവിടെ വെച്ച് ആരംഭിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.